ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പും വൺപയറും തോരനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുക. ഇതാ ഈ വെള്ള കാണുന്ന വരെ നമുക്കതിൻ്റെ തോല് കളയണം കേട്ടോ. ഇതാ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ അതാ ഒക്കെ ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ അവിടെ കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമല്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്കില്ലേ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതൊരു ജാറിലേക്ക് തേങ്ങ, 2 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ച് മാറ്റി വെച്ച വൺപയറാണ്, ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് നമുക്ക് വാഴക്കൂമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുക്കിലേക്ക് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കുക. അരപ്പ് തയ്യാറാക്കിയത്. ഇനി നമുക്കിതൊന്ന് അടച്ചൊന്ന് വേവിക്കണം കേട്ടോ. ഈ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനാണ് അരപ്പിൻ്റെ. അപ്പോൾ അതാ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.